എന്താണ് യുനാനി എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. അത് നമുക്കറിയാലോ, നമ്മൾ കോളേജിൽ കയറി മുതൽ കേൾക്കുന്നതാണ്. ഇതെന്താണ് മന്ത്രിചുതൻ ചികിത്സയാണോ, നൂല് കെട്ടുന്ന ചികിത്സയാണോ എന്നൊക്കെ. യഥാർത്ഥത്തിൽ യുനാനി എന്ന് പറഞ്ഞത് ഗ്രീക്ക് ഒറിജിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അതെ, മറ്റെല്ലാ സിസ്റ്റം ഓഫ് മെഡിസിന്റെ പിതാവ് ഹിപ്പോക്രേറ്റ്സ് തന്നെയാണ് യുനാനിയുടെ സിസ്റ്റം ഓഫ് മെഡിസിന്റെ പിതാവ്. അതെ, യുനാനി മെഡിസിന്റെയും ഫാദർ എന്ന് അറിയപ്പെടുന്നത് ഹിപ്പോക്രേറ്റ്സ് ആണ്. ഗ്രീസിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴിയാണ് യുനാനി ഇന്ത്യയിലേക്ക് എത്തുന്നത്. പിന്നെ ഡോക്ടർ, പലർക്കുള്ള ഒരു ഡൗട്ടാണ്, ഈ യുനാനി ആയുർവേദം ഒന്നാണ്, ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ. ആയുഷിന്റെ അണ്ടറിലാണ് യുനാനി ആയുർവേദം എല്ലാം വരുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ഒറിജിനേറ്റഡ് മെഡിസിൻ ആണ്, യുനാനി ഗ്രീക്ക് ഒറിജിനേറ്റഡ് ആണ്. പിന്നെയുള്ള ഡിഫറൻസ് വരുന്നത് കോൺസെപ്റ്റ്സിലാണ്. യുനാനിയിലേക്ക് വരുമ്പോൾ അത് 4 എലമെന്റൽ തിയറിയാണ്, ആയുർവേദ ആകുമ്പോൾ 5 എലമെന്റൽ തിയറി പഞ്ചഭൂതമാണ്. അതേപോലെ വേറൊരു ഡിഫറൻസ് ആണ് ദോഷങ്ങൾ വരുന്നത്. ആയുർവേദത്തിൽ 3 ദോഷങ്ങളും യുനാനിയിൽ 4 ദോഷങ്ങളാണ് ഉള്ളത്. അത് യുനാനിയിൽ പറയുന്നത് തംബൽഗം സഫ്രാസൗദ എന്നാണ്. അതുപോലെ മറ്റൊരു ചോദ്യം സാധാരണ വരുന്നതാണ്, യുനാനി ഒരു ഇസ്ലാമിക്കൽ മെഡിസിൻ ആണോ, എന്താണ് നിങ്ങൾ 5.5 വർഷം പഠിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ യുനാനി ഡിഗ്രി, അതായത് BMS ഡിഗ്രി, ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി 5.5 വർഷത്തെ കോഴ്സാണ്. 4.5 വർഷം അക്കാദമിക് പ്ലസ് 1 ഇയർ ഹൗസ് സർജൻസി ഒക്കെ ആണ് വരുന്നത്. മറ്റെല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻ പോലെ നമ്മൾ യുനാനി സിസ്റ്റം ഓഫ് മെഡിസിന്റെ സബ്ജക്ട്സ് വരുന്നത് ഫിസിയോളജി, അനാട്ടമി, ഫോറൻസിക് മെഡിസിൻ, ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് അങ്ങനെയൊക്കെയാണ്. യുനാനിയുടെ കോൺസെപ്റ്റ് പ്രകാരം ഒരു മനുഷ്യൻ ഹെൽത്തി ആണ് പറയുന്നത് യുനാനിയിലെ 6 എസെൻഷ്യൽ ഫാക്ടേഴ്സ് പ്രകാരമാണ്.